പയ്യന്നൂരിലെ CPIM ഫണ്ട് തട്ടിപ്പിൽ പോലീസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തി 2 പ്രതിപക്ഷ MLA-മാർ നിയമസഭയിൽ സത്യാഗ്രഹ സമരം തുടങ്ങി. പ്രതിപക്ഷ സമരം ഹൈക്കോടതിക്കെതിരെയാണ് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തി ഇതുവരെ നിയമസഭ ബഹിഷ്കരിച്ചിരുന്ന പ്രതിപക്ഷം ഇന്ന് ആയുധമാക്കിയത് പയ്യന്നൂരിലെ CPIM ഫണ്ട് തട്ടിപ്പാണ്. TI മധുസൂദനൻ MLA-യുടെ രാജി ആവശ്യപ്പെട്ടുള്ള കോൺഗ്രസ് സമരത്തിന് നേരെയുണ്ടായ CPIM ആക്രമണം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു ആവശ്യം. ഇന്ന് ലഭിച്ച നോട്ടീസ് പയ്യന്നൂരിൽ പ്രതിഷേധം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ CPM പ്രവർത്തകർ മർദ്ദിച്ചു പറയപ്പെടുന്ന സംഭവത്തെ സംബന്ധിച്ചാണ്. ചട്ടം 50 പ്രകാരം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ പര്യാപ്തമായ അടിയന്തര പ്രാധാന്യമില്ലാത്തതിനാൽ പ്രസ്തുത നോട്ടീസ് പരിഗണിക്കുവാൻ നിർവാഹമില്ലെന്ന് അറിയിക്കുന്നു. അടിയന്തര പ്രാധാന്യമില്ലെന്ന് പറഞ്ഞ സ്പീക്കർ ആവശ്യം തള്ളി. ഇതോടെ നിയമസഭയിൽ പ്രതിപക്ഷ ബഹളവും ഇറങ്ങിപ്പോക്കും. സ്ത്രീകളടക്കമുള്ള ആളുകളെ കുറുവടികളുമായി ആക്രമിച്ച് നിരവധി പേര് ആശുപത്രിയിൽ കിടക്കുകയും ഇവരെയെല്ലാം കൊന്നൊടുക്കുമെന്ന് CPM നേതാക്കൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഗൗരവതരമായ ഒരു വിഷയം ഈ സഭയിലല്ലാതെ പിന്നെ എവിടെ പോയി പറയും? ഈ സഭ സമർപ്പിക്കുമ്പോൾ അന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് പ്രൊവിഷന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനകത്ത് അടിയന്തര പ്രാധാന്യമില്ലെന്ന് പറഞ്ഞത്? CPIM പ്രതിരോധത്തിലാകുമ്പോൾ സഭയിൽ ചർച്ച വേണ്ടെന്ന് സ്പീക്കർ തീരുമാനിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. CPM-ന് മറുപടി പറയാൻ ബുദ്ധിമുട്ടാകുന്ന വിഷയം നിയമസഭയിൽ സംസാരിക്കേണ്ട എന്ന് സ്പീക്കർ ഗവൺമെന്റിന്റെ സമ്മർദ്ദം കൊണ്ട് തീരുമാനിക്കുകയാണ്. ഏത് പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ് ഇന്ന് ഈ അവസരം ഡിനൈ ചെയ്തത്? ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നിയമസഭാ കവാടത്തിൽ CR മഹേഷും നജീബ് കാന്തപുരവും സത്യാഗ്രഹ സമരം തുടങ്ങി. സമരത്തിനെതിരെ മുഖ്യമന്ത്രി രൂക്ഷ വിമർശനമാണ് നടത്തിയത്. ഹൈക്കോടതിയാണ് SIT-യുടെ കാര്യങ്ങൾ നോക്കുന്നതും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതും ഇടപെടുന്നതുമൊക്കെ. അപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തുന്ന സമരം നിയമസഭാ കവാടത്തിലാണെങ്കിലും യഥാർത്ഥത്തിൽ അത് ഹൈക്കോടതിക്കെതിരെയുള്ള ഒരു സമരമായിട്ടാണ് വരിക. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ശബരിമല സ്വർണ്ണക്കൊള്ള സജീവമായി നിലനിർത്താനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതിനൊപ്പം പ്രതിപക്ഷത്തിന് ലഭിച്ച ബോണസാണ് പയ്യന്നൂരിലെ ഫണ്ട് തട്ടിപ്പ് ആരോപണം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.